മഴതോരും മുംബൈയിൽ തെറ്റ് തിരിച്ചറിഞ്ഞ റീത്ത അലീനയെ ചേർത്ത് പിടിക്കുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് മഴതോരും മുംബൈയിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് വളരെ സംഭവബഹുലമായ ഒരു കാഴ്ചയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ അലീനയെ പറപ്പിക്കണം, ഓടിക്കണം എന്ന ചിന്തയാണല്ലോ റീത്തയ്ക്കുള്ളത്. അലീന സ്വത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയും റീത്തയ്ക്കുണ്ട് എന്ന് കാണാം. റീത്ത അതുകൊണ്ട് തന്നെ അലീനയെ ഓട്ടിക്കാനായിട്ട് പലവിധ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനിടയിൽ റീത്തയ്ക്ക് തന്നെ ഒരുപാട് തിരിച്ചടികൾ അലീനയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കാരണം അലീനയ്ക്കറിയാം പപ്പയുടെ നാശത്തിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ റീത്ത എന്ന സ്ത്രീയാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ തിരിച്ചടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നും നമ്മുടെ ഔദക്കുട്ടി അലീനയോട് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ റീത്തയുടെ വരവിനായിട്ടും റീത്തയുടെ ബന്ധുക്കളുടെ വരവിനായിട്ടും കാത്തിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ റീത്തയാണെങ്കിലോ എൽസി വരാനായിട്ടിരിക്കുകയാണ്. എൽസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകണം, ഒരു വലിയ ചർച്ച തന്നെ നടത്തണം. സ്വത്ത് എല്ലാം, അതായത് 4 ഭാഗത്തിൽ 3 ഭാഗവും സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് റീത്തയുടെ മനസ്സിലുള്ളത്. അത് എത്രമാത്രം വിജയിക്കുന്നൊക്കെ കണ്ടൊക്കെ കാണണം കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടുകാരെയും സ്റ്റാലിൻ്റെ വീട്ടിലുള്ളവരെയും നാണം കെടുത്താനായിട്ട് റീത്ത ഒരു ശ്രമം നടത്തുന്നുണ്ട്. നാണം കെടുത്തുക വഴി സ്റ്റാലിനെയും അവരെയും തെറ്റിക്കുകയാണ് റീത്തയുടെ ഉദ്ദേശമെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് റീത്ത പരിശ്രമിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ. എങ്ങനെയെങ്കിലും സ്റ്റാലിനെയും മറ്റുള്ളവരെയും തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവരും തങ്ങളുടെ പക്ഷത്ത് നിൽക്കുമല്ലോ, പിന്നെ കാര്യങ്ങളൊക്കെ സുഖമാകുമല്ലോ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് അവരെ ഇടയിൽ തൻ്റെ തീരുമാനം അറിയിച്ച് അവരെ കൊണ്ട് ആ തീരുമാനത്തെ ശരിവെപ്പിച്ച് ഒടുവിൽ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് റീത്ത മനസ്സിലാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ സുഖമായി ചിന്തിച്ച് ഉറപ്പിച്ച് പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. പക്ഷേ ആ തീരുമാനങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ലാതായി പോവുകയാണ്. അതായത് നമ്മുടെ ഔദക്കുട്ടി ചായൻ്റെ അടുത്ത് ആര് ചോദിക്കുന്നു? നമ്മുടെ സഹോദരൻ, അതായത് മകനായ റൂബി ചോദിക്കുന്നുണ്ട്, അപ്പനും കൂടി അറിഞ്ഞിട്ടാണോ ഇതെല്ലാമെന്ന്. ഇതേ സമയമാണെങ്കിൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഔദക്കുട്ടി. അപ്പൻ എന്തിനാണ് ഇതെല്ലാം മറച്ചു പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താടാ ഞാൻ മറച്ചു പിടിക്കുന്നത്? ഞാൻ ഒന്നും തന്നെ മറച്ചു പിടിക്കുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൻ ഇനിയും നുണ പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അപ്പൻ അവിടെ സ്റ്റാലിച്ചായൻ്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയൂട്ടോ. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത്? ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ എൻ്റെ റോബി എന്ന് പറയുമ്പോൾ, ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്യാതെയാണോ അലീനയുടെ കൂടെ, ആ സ്റ്റാലിച്ചായൻ്റെ പെണ്ണിൻ്റെ കൂടെ, മോളുടെ കൂടെ ഓടിപ്പാടി നടന്നത് എന്ന് ചോദിക്കുന്ന ആ നിമിഷമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയുടെ വീട്ടിൽ നടന്ന കാര്യമൊക്കെ നീ എങ്ങനെ അറിഞ്ഞടാ എന്ന് ചോദിക്കുകയാണ് നമ്മളുടെ ഔദക്കുട്ടി റോബിനോട്. ഇതേ സമയം ആ റീത്ത വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നു. അല്ലെങ്കിലും റീത്തയ്ക്ക് ഒരെല്ല് കൂടുതലാണ് എന്ന് ഔദക്കുട്ടി പറയുകയാണ്. കൂടാതെ തന്നെ അവളെ ഒരു പാഠം പഠിപ്പിക്കാനും അവളെ നിലയ്ക്ക് നിർത്താനും അലീനയെക്കൊണ്ടേ കഴിയുകയുള്ളൂ. അത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു.
കൂടാതെ സ്റ്റാലിൻ്റെ ഇപ്പോഴത്തുള്ള അവസ്ഥ, അവൻ്റെ ഒറ്റപ്പെട്ടുള്ള ജീവിതം അവനെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്, തകർത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ അലീനയെ മാറ്റുന്നുവെന്നും അത്ര ശരിയല്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെ മോനെ, അവൾ നിൻ്റെ അമ്മയെപ്പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അവന് അവളെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നും പറയുകയാണ് നമ്മുടെ ഔദക്കുട്ടി എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വരികയാണ് എന്ന് കാണാം. നമ്മുടെ റീത്ത അവരുടെ വാരന പടയെയും കൊണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന അവരുടെ വരവിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാഡിയോട്, അതായത് പപ്പയുമായ സ്റ്റാലിയോട് പറയുന്നുണ്ട്, പപ്പ പ്രശ്നം കുറേ ഉണ്ടാകും, പപ്പ മദ്യം കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കരുത്, ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. ഇതേ സമയം ഞാൻ മദ്യമൊന്നും കഴിക്കില്ല മോളെ, നീ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ തന്നെ നിന്നോളാം, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. കൂടാതെയാണെങ്കിൽ സ്റ്റാൻലി അങ്ങനെ അവരുടെ വരവ് വിളിച്ച് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും വന്നതാവുന്നത്. കുട്ടിയൊക്കെ വരാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ കണക്ക് കൂട്ടി ഇരിക്കുകയാണ്. കാരണം റീത്ത എന്ന സ്ത്രീയെ പൊളിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അലീനയുടെ മനസ്സിൽ. പപ്പയുടെ ജീവിതം തിരികെ നേടണം, പപ്പയ്ക്ക് ജീവിതം തിരികെ പിടിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവുമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ റീത്ത വന്ന് സ്വത്തുക്കളുടെ കാര്യവും മറ്റുമൊക്കെ പറയുമ്പോൾ അലീന വലിയൊരു കണക്ക് നിരത്തുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ എൽസിയും മക്കളും ആകെ ഞെട്ടിക്കാണ്. ചേച്ചി പറഞ്ഞത് ആകെ കുറച്ച് കാശല്ലേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞത്, പിന്നെ ഇതെന്താ ചേച്ചി ഈ കണക്കൊക്കെ, ഇതൊക്കെ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ റീത്ത ആകെ പെട്ടുപോവുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിനും പറയുന്നുണ്ട്, ഒരു വലിയ എമൗണ്ട് വെച്ചാണ് മാസവും ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. ഒരുപാട് പൈസ ഇവർ എൻ്റെ നിന്ന് ചോദിച്ചു മേടിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയം റീത്തയുടെ തെറ്റുകൾ അലീന മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒടുവിൽ അവരെല്ലാവരും റീത്തയെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുമ്പോൾ, അതായത് ആൻറ്റിയെ ഒറ്റപ്പെടുത്തേണ്ടതില്ല എന്നും ആൻറ്റിയുടെ ചിന്തയാണ് ആൻറ്റിയെ ഇവിടെ എത്തിച്ചതെന്നും നമ്മുടെ അലീന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാവരും ഒഴിവാക്കാൻ നോക്കുമ്പോൾ അലീന ചേർത്ത് പിടിക്കുന്നു. ഒടുവിൽ നമ്മുടെ റീത്ത അലീനയുടെ മനസ്സ് തിരിച്ചറിയുന്നു. അലീനയോട് മാപ്പ് പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അലീനയെ ചേർത്ത് പിടിക്കുന്ന റീത്തയെ നമുക്ക് കാണാം.